ഇന്ന് നമുക്ക് സെമി സിൽക്കിൽ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സാരീസിൻ്റെ കളക്ഷനാണ് ഇന്ന് കാണിക്കുന്നത്. 1450 റേഞ്ചിൽ വരുന്ന സാരീസാണ്. പക്ഷേ ഇത് ഉടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഒറിജിനൽ സിൽക്കിൻ്റെ സാരി ഉടുക്കുന്ന അതേ ഫീലിലാട്ടോ. ഞാനിപ്പോൾ ഇത് ഉടുത്തപ്പോൾ ഞാൻ തന്നെ പറയുമായിരുന്നു, തൊട്ടടുത്തൊക്കെ വന്നാലാണ് ഇത് മനസ്സിലാവുള്ളൂ എന്ന്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അത്രയും നല്ലൊരു പാറ്റേണിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെറിയുടെ വർക്കൊന്നുമില്ല, എല്ലാം ത്രെഡ് വീവാണ്. ഇത് കണ്ടോ, മുന്താണിയൊക്കെ ത്രെഡ് വീവിലാണ് മുന്താണിയൊക്കെ വന്നിരിക്കുന്നത്. 1450 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇപ്പം ഞാൻ പെയർ ചെയ്തിരിക്കുന്ന ബ്ലൗസിൻ്റെ കളർ ഒരല്പം ഡിഫറൻസ് കാണും, അത് വേറൊരു ബ്ലൗസാണ്. അപ്പോൾ ഇതിൻ്റെ സെയിം പ്ലെയിൻ ബ്ലൗസാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു ഹാൻഡ് വർക്കൊക്കെ കൊടുത്താൽ നല്ല അടിപൊളിയാക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറേ കളേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ഏതൊക്കെ കളേഴ്സാണ് ഇന്ന് വന്നിരിക്കുന്നതെന്ന്. നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസിൻ്റെ കളക്ഷനാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ അതൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന ഈ അടിപൊളി കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എയിൻസ് ബൊട്ടീക്ക് എന്നാണ്. എയിൻസ് ബൊട്ടീക്കിലിടുന്ന എല്ലാ വീഡിയോസും അതിനകത്തിടുന്ന എല്ലാ പോസ്റ്റുകളും എങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബ് എടുക്കുക, നമ്മുടെ ഫോണിൽ യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു കണ്ണാടിയുടെ ഷേപ്പിലുള്ള ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് എയിൻസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. എയിൻസ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ എയിൻസ് ബൊട്ടീക്ക് എന്ന് വരും. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്തു. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് എയിൻസ് എന്നുള്ള എംബ്ലത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് എന്ന് കിടപ്പുണ്ട്. ആ സബ്സ്ക്രൈബ്ഡ് എന്ന് കിടക്കുന്നതിൻ്റെ ഇവിടെ ഒരു ആരോ മാർക്കുണ്ട്. ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. ആ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഇനി നമ്മൾ എങ്ങനെ എടുക്കണം, എങ്ങനെയാണ് ഈ നോട്ടിഫിക്കേഷൻ എവിടെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഹോം പേജിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഹോം എന്നുള്ള ഇവിടെ ഒരു താഴെ കാണുന്ന ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മുകളിലൊരു ബെൽ ബട്ടൺ കാണും. ആ ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് എയിൻസ് ബൊട്ടീക്ക് അപ്ലോഡഡ് ചുരിദാർ മെറ്റീരിയൽസ്, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റായിട്ട് നമ്മൾ വീഡിയോസിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇത്രയും ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ എല്ലാ വീഡിയോസും നമുക്ക് കാണാനായിട്ട് പറ്റും. താങ്ക് യു. ഫസ്റ്റ് വരുന്നത് നമുക്കൊരു പിങ്കിൻ്റെ ഒരു ടോൺ, നല്ലൊരു ഭംഗിയുള്ളൊരു പിങ്ക്, ഒരു അല്പം പീച്ചും കൂടെയൊക്കെ ബ്ലെൻഡ് ചെയ്ത പോലെ നല്ല ബ്യൂട്ടിഫുൾ ഒരു പിങ്കാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാം ത്രെഡ് വീവിൻ്റെ ഡിസൈൻസ് ആണ്. ഇത് സാരി നമ്പർ 1. പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്. ടാസിൽസ് ഒക്കെ കെട്ടിയിട്ടുണ്ട്. സെയിം ടോണിൽ തന്നെ വരുന്ന ബ്ലൗസ് പീസ് ഇതിനകത്ത് അറ്റാച്ച്ഡ് ആണ്. ഡിസൈൻസിലും കളറിലും മാത്രമുള്ള ഡിഫറൻസേ ഉള്ളൂ. എല്ലാം സെയിം മെറ്റീരിയൽ. സാരി നമ്പർ 1 ആണ്. സാരി നമ്പർ ഇടാൻ മറക്കരുത് കേട്ടോ. 1450 ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആട്ടോ ഇതെല്ലാം. സാരി നമ്പർ 1 ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല. ഉടുത്താൽ നമ്മൾ ഉടുത്ത പോലെ തന്നെ നല്ല ഒതുങ്ങിയിരിക്കുന്ന, നല്ല നമുക്ക് കംഫർട്ടായിട്ട് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന സാരീസാണ്. പിന്നെ ഒട്ടും ഈ ഗോൾഡൻ സെറിയുടെ വർക്കില്ലാത്തതുകൊണ്ട് നമുക്കിപ്പം ഫങ്ഷൻ വെയർന്ന് തന്നെ വിചാരിച്ച് അങ്ങനെ ഉപയോഗിക്കുകയും വേണ്ട, അല്ലാതെ നമുക്ക് എടുക്കാം. നല്ലൊരു ബർഗൻറ്റി ടോൺ സാരി നമ്പർ 2, ബ്യൂട്ടിഫുൾ ഷെയ്ഡ് കണ്ടോ. അതിൻ്റെയൊക്കെ മുന്താണിയുടെ ഡിസൈനൊക്കെ കണ്ടോ. നല്ല നല്ല സാരീസാണ്. എനിക്കത് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട സാരീസാണ്. സാരി നമ്പർ 2. സാരി നമ്പർ 3 ഞാൻ ഈ ഉടുത്തിരിക്കുന്ന അതേ സാരി കേട്ടോ. സാരി നമ്പർ 3 ഞാൻ ഈ ഉടുത്തിരിക്കുന്ന അതേ സാരി. നല്ല കളറാണ് ഇതിൻ്റെ. ത്രെഡ് വീവ് ഡിസൈൻ ഓൾ ഓവർ ദ ബോഡിയിൽ, മുന്താണിയിലും ത്രെഡ് വീവ് ഡിസൈൻ. സാരി നമ്പർ 3 1450. പ്ലെയിൻ ബ്ലൗസാണ് എല്ലാത്തിൻ്റെ. സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന പ്ലെയിൻ ബ്ലൗസ്. സാരി നമ്പർ 4 വരുമ്പോഴും ഒരു പിങ്കിൻ്റെ ഒരു ഷെയ്ഡ്. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പിങ്കിൻ്റെ ഷെയ്ഡ്, ഒരു ഒണിയൻ പിങ്കിനോടൊക്കെ സാമ്യമുള്ള പോലുള്ളൊരു ഷെയ്ഡാട്ടോ. സാരി നമ്പർ 4. എന്ത് രസമാണെന്ന് നോക്കിയാൽ എൻ്റെ മുന്താണിയുടെ വീവൊക്കെ നല്ല ബ്യൂട്ടിഫുൾ വീവ്. സാരി നമ്പർ 5 വരുമ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡ്, ഭയങ്കര ഡാർക്ക് ബ്രൗൺ അല്ല, ഒരു ചോക്ലേറ്റ് ബ്രൗണിൻ്റെ ഒരു ഷെയ്ഡ്. സാരി നമ്പർ 5.
എല്ലാം ത്രെഡ് വീവ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. ത്രെഡിൻ്റെ വീവാണ്, അതുകൊണ്ട് ഗോൾഡൻ്റെ ഷൈനിങ് ഒന്നുമില്ല. ഗോൾഡൻ വർക്കൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് നല്ല അടിപൊളി സാരീസാണ്. സാരി നമ്പർ 6 വരുമ്പോൾ അതേ ഒരു ഗ്രീനിഷ് ടോൺ. സാരി നമ്പർ 6. ചില സാരികൾ നമുക്ക് ഈ സെമിയിലൊക്കെ വരുന്നത് എങ്ങനെ ഉടുത്താൽ തെന്നിയൊക്കെ പോകുമല്ലോ. ഇതങ്ങനെയൊന്നുമില്ല കേട്ടോ. ഉടുത്താൽ നല്ല അതേപോലെ തന്നെ കാണുന്നത്. നല്ലൊരു ലാവൻഡർ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു പിങ്ക്. സാരി നമ്പർ 7. ലാവൻഡർ ബ്ലെൻഡ് പിങ്ക്. സാരി നമ്പർ 7. സാരി നമ്പർ 8 കണ്ടോ, നല്ലൊരു ടോണിൽ വന്നിരിക്കുന്ന ഒരു ബ്രൗൺ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ടോൺ. ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ് എല്ലാം. സാരി നമ്പർ 8. ബ്യൂട്ടിഫുൾ ഡിസൈൻസും ആട്ടോ. സാരി നമ്പർ 9. നല്ലൊരു ബ്ലൂ ഷെയ്ഡ്. സാരി നമ്പർ 9 ബ്യൂട്ടിഫുൾ ഒരു ബ്ലൂ ഷെയ്ഡ്. സാരി നമ്പർ 9. സാരി നമ്പർ 10 നല്ലൊരു മെറൂൺ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു മെറൂൺ. സാരി നമ്പർ 10 ബ്യൂട്ടിഫുൾ ഒരു മെറൂൺ ഷെയ്ഡ്. സാരി നമ്പർ 10. സാരി നമ്പർ 11 നല്ലൊരു ഗ്രീൻ, ഒരു ബോട്ടിൽ ഗ്രീൻ ആ ഒരു ഷെയ്ഡ്. സാരി നമ്പർ 11 ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്. സാരി നമ്പർ 11. സാരി നമ്പർ 12 വരുമ്പോഴും ഒരു പിങ്ക്, അല്പം ഒരു പീച്ച് ചേർന്ന പോലെയുള്ളൊരു പിങ്ക്. സാരി നമ്പർ 12. സാരി നമ്പർ 13 വരുമ്പോഴും ഒരു നല്ലൊരു ഷെയ്ഡാട്ടോ. ഇതൊക്കെ ഒരു ചോക്ലേറ്റ് ബ്രൗണിനോട് സാമ്യമുള്ളൊരു ഷെയ്ഡ്സാണ് ഇതൊക്കെ. 13 എന്നാൽ എക്സാക്റ്റ് ബ്രൗണും അല്ല. സാരി നമ്പർ 13 നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ്. അതും ഒരു ബ്രൗണിൻ്റെ ഒരു വകഭേദം തന്നെയാണ്. 14. സാരി നമ്പർ 14. സാരി നമ്പർ 15 വരുമ്പോൾ ഒരു ബേജ് ആൻഡ് ബ്രൗൺ ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡ്. ബേജും ബ്രൗണും കൂടെ ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡ്. 15. സിക്സ്റ്റീൻ വരുമ്പോഴും ഒരു ഗ്രീൻ. 16 ഗ്രീൻ. 1450 ആണ് ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്നത്. അല്പം ഒരു സഫയർ ഗ്രീനും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള പോലെ ഒരു ഗ്രീനാണ് കേട്ടോ. 16 വരുമ്പോൾ ഒരു പിങ്ക്. റാണി പിങ്ക് പോലെ അത്രയും ഡാർക്ക് പിങ്ക് അല്ല, അതിലും അല്പം കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു നല്ലൊരു പിങ്ക് ടോൺ. അതിനിങ്ങനെ ഒരു ബോർഡർ ഡിസൈനും കൂടെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബോഡിയിൽ ഇതേപോലെ
വർക്ക്. മുന്താണിയിൽ ഇതേപോലെ, മുന്താണിയിൽ ഒരു ഇതിനകത്ത് ചെറിയൊരു സെറിയുടെ ഒരു വീവ് പാറ്റേൺ രണ്ട് പോർഷനിലും ഇങ്ങനെ വന്നിട്ട് മിഡിൽ പോർഷനിൽ ത്രെഡ് വീവ് ഡിസൈൻ. 17, 18, 18, 19, 19 വരുമ്പോഴും ഒരു ബേജ് ബ്രൗൺ ചേർന്ന ഒരു ഷെയ്ഡ്. 19 ഒരു ബേജ് ബ്രൗൺ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. 19, 20 വരുമ്പം ലാസ്റ്റ് സാരിയാണ്. 20 ഡാർക്ക് ബ്രൗൺ, 20 ഡാർക്ക് ബ്രൗൺ, കോഫി ബ്രൗൺ, ഡാർക്ക് കോഫി ബ്രൗൺ. 20 ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ സെമി സിൽക്കിൽ ത്രെഡ് വീവ് ഡിസൈൻ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. പുതിയ പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.